നമസ്കാരം. വളരെ ദുഃഖവും വൈകാരികവുമായ ഒരു വീഡിയോ ചിത്രീകരണം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. കൊല്ലം ചിറയ്ക്കര മുക്കാട്ടുകുന്ന് സ്വദേശിയായ 47 വയസ്സുള്ള ഷിബുവിൻ്റെ മരണം കേരളത്തിലും രാജ്യത്തുടനീളവുമുള്ള നിരവധി പേരെ നൊമ്പരപ്പെടുത്തി. കഴിഞ്ഞ 14-ാം തീയതി സന്ധ്യയ്ക്ക് നടന്ന ദാരുണമായ ഒരു അപകടത്തെ തുടർന്നാണ് അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കുടുംബത്തിൻ്റെ തീരുമാനം നിരവധി ജീവനുകൾ രക്ഷിക്കുക മാത്രമല്ല പൊതുജനാരോഗ്യ മേഖലയിലെ ഒരു ചരിത്ര നാഴികക്കല്ലിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വീടിന് സമീപം വച്ച് അപകടമുണ്ടാവുകയും തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ആദ്യം കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഡിസംബർ 21 ഞായറാഴ്ച അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുടുംബത്തിൻ്റെ അഗാധമായ ദുഃഖത്തിനിടയിലും അമ്മ ശകുന്തളയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള കുടുംബം ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള മഹത്തായ തീരുമാനമെടുക്കുകയും കേരളത്തിലെ വിവിധ ആശുപത്രികളിലുള്ള രോഗികൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് അവയവങ്ങൾ വേർപെടുത്തുകയും ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നേപ്പാളിൽ നിന്നുള്ള 22 വയസ്സുകാരി അനാഥയായ ദുർഗാ കാമി എന്ന പെൺകുട്ടിക്കാണ് ഹൃദയം വച്ചും പിടിപ്പിക്കുക. അത് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് മരണവീട്ടിൽ കാണാൻ കഴിഞ്ഞത്. മരണത്തിന് കീഴടങ്ങിയെങ്കിലും ചിറക്കരയുടെ പ്രിയപുത്രൻ ഷിബുവിൻ്റെ അവയവങ്ങൾ നിരവധി പേരിലൂടെ ഇനിയും ജീവിക്കും. ഷിബുവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം ഈ മഹത് കർമ്മത്തിൽ പങ്കാളികളായ അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ജുവൽ ജംഗ്ഷൻ മീഡിയ. ഒരു വചനമൊക്കെ ഉണ്ടായിരുന്നു. ആ വചനത്തിന് ഇവ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് നേരെ ബാർബർ ഷോപ്പിലേക്ക് പോയതാണ്. വണ്ടി എടുത്തിട്ടുണ്ട്. എന്ന് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒന്ന് ഹെൽമെറ്റ് വെച്ചില്ല. അങ്ങനെ പോയ വഴി അവിടെ വെച്ച് ഇനി കുറുക്ക് ചാടിയോ എത്രയാണെന്നറിയാമോ തട്ടി വീണു, തലതറയിലടിച്ച്.
പിന്നെ ആരും കൂട്ടില്ല, ഒറ്റയ്ക്ക് പോവും. മലയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരും, നേരെ പോവും, തിരിച്ചു വരും. നല്ല സ്വഭാവമായിരുന്നു.